SFI നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് DYFI തെരുവിലുണ്ടാവും. ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആർലേക്കറോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുന്നുമ്മലോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പോ പ്രവേശിക്കണം, എപ്പോ പ്രവേശിക്കണ്ട, നിങ്ങളുടെ ചേമ്പർ നിങ്ങൾ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിലേക്ക് DYFI നാളെ മുതൽ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അവിടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം പേരുകേട്ട പുകൾപെറ്റ നിലയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നു. ഈജിപ്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു, യൂറോപ്പിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു, UK യിൽ നിന്ന്, ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ സർവകലാശാലകളിൽ ഭരണസ്തംഭനമുണ്ടാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അടിയേറ്റാലും വെടിയേറ്റാലും മരിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം കൂസാതെ മുന്നോട്ട് പോയിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI യും DYFI യും എന്ന് ഒന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്